പ്രാർത്ഥിച്ച നിയോഗ പ്രാർത്ഥന ഒന്ന് മനസ്സിരുത്തി ഒരു പ്രാവശ്യമേ ചെല്ലിയുള്ളെങ്കിൽ അത് ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ച്, നസ്രായനായ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ, ഒരു സാക്ഷിയാക്കണമേ. നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ഒരു സാക്ഷിയാക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ, ഒരു സാക്ഷിയാക്കണമേ. നസ്രായനായ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ, ഒരു സാക്ഷിയാക്കണമേ. നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ഒരു സാക്ഷിയാക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ, ഒരു സാക്ഷിയാക്കണമേ. നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ഒരു സാക്ഷിയാക്കണമേ. നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ഒരു സാക്ഷിയാക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ, ഒരു സാക്ഷിയാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നല്ല ആശീർവാദം പ്രാർത്ഥനയോടെ സ്വീകരിക്കുവാണ്. ആ വാക്കെന്നോർത്തെ, ഇന്നലകൾ വരെ സംഭവിച്ച കാര്യങ്ങളെ വിസ്മരിച്ചിട്ട് മറന്നിട്ട് ഇതൊക്കെ ഓർത്തുകൊണ്ടിരുന്നാൽ ശരീരവും മനസ്സും ജീവിതമൊക്കെ പോവും. ഓർക്കേണ്ടത് മാത്രം ഓർത്താൽ മതി. ഈ വചനം ഓർത്ത്, ഈ വചനം മറക്കരുത്. പക്ഷെ മറക്കേണ്ട കുറേ അനുഭവങ്ങളുണ്ട്, മറക്കേണ്ട കുറേ തിക്താനം, അതെല്ലാം മറക്ക്. അതെല്ലാം മറന്ന് ഒരനുഗ്രഹമുള്ള ഒരു ജീവിതത്തിലേക്ക് മുന്നേറണം പ്രാർത്ഥനയോടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, യാത്രകളിൽ, ജീവിതത്തിൽ, ആരോഗ്യത്തിൽ, ശുശ്രൂഷകളിൽ, നിയോഗങ്ങളിൽ എല്ലാം ഉണ്ടാകട്ടെ. കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യം നിറയട്ടെ. ഈ കുടുംബത്തിൽ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന, വചനം അയച്ചു കൊടുക്കുന്ന എല്ലാവരുടെ ഒരു രക്ഷാവലയം തന്നെ രൂപപ്പെടട്ടെ. ഒരു രക്ഷാവലയം, ശത്രുവിന് ആക്രമിച്ചു കയറാൻ കഴിയാത്ത വിധം ദൈവീക സംരക്ഷണത്തിൻ്റെ വലയമാ രക്ഷാവലയം. അത് നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും വരില്ല, ഒരു ദോഷവും നിൻ്റെ കൂടാരത്തിൻ്റെ ഗേറ്റ് കടന്ന് വരികയില്ല. ദൈവം സഹായിക്കും. ദൈവത്തിൻ്റെ കരം നിൻ്റെ മേൽ ഉയർന്നിട്ടുണ്ട്. ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അനുഗ്രഹം, ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അനുഗ്രഹമാകട്ടെ. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമ്പത്തും ഐശ്വര്യവും തരണമേ. നല്ല ജീവിതം, നല്ല സ്വഭാവം, നല്ല ഭാവി, നല്ല സാമ്പത്തികം, നല്ല വാഹനം, നല്ല വീട്, സകലതും ഒരുക്കി കൊടുക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു തന്നെ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.